ചങ്ങായിമാരെ ഞാനിന്ന് പറയാൻ പോകുന്നത് മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ഒരു ക്രിസംഗിയെ കുറിച്ചാണ്. ഇയാൾ സ്വയം ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഇയാൾ ജേർണലിസ്റ്റ് ആണെങ്കിൽ ഞാൻ ഡബിൾ ജേർണലിസ്റ്റ് ആണ്. ഞാനും ചെയ്യുന്ന ഒരേ കാര്യമാണ്. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വന്ന് പറയുന്നു. പക്ഷെ ഇയാൾ എന്താ പറയാന്നറിയാം, മാധ്യമങ്ങളല്ല, ഇയാൾക്ക് അമേരിക്കയിലെ ഫ്രണ്ട്, കാശ്മീരിൽ മറ്റേ ഒളിച്ചിരിക്കുന്ന തീവ്രവാദിന്റെ ഫ്രണ്ട്, ഇയാളെല്ലാം മുന്നിലിരുന്ന് കണ്ട പോലെയാണ് ഓരോ കഥകൾ പറയാം. ഞാൻ ഇന്ന മാധ്യമം പറഞ്ഞെന്ന് പറയും. പക്ഷെ ഇയാളെ ഫ്രണ്ട് അമേരിക്കയിലും ഉഗാണ്ടയിലും മറ്റേ അസർബൈജാനിലും ഇയാൾക്ക് കുറെ ചങ്ങായിമാരുണ്ട്. അവരാന്ന് ഇയാൾക്ക് ഓരോ വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന പറയാം. അമ്മാരി തള്ളു. പക്ഷെ ഇന്ന് തള്ളിയത് കുറച്ച് ഓവറായി പോയി. ഇന്ത്യൻ മിലിറ്ററിയെ കുറിച്ച് ഇയാൾ പറഞ്ഞത്. നമ്മൾ ഇന്ത്യൻ മിലിറ്ററി ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സംഭവം ചെയ്ത ദിവസമാണ്. ഇയാൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല, ഇന്ത്യൻ മിലിറ്ററിക്കും ഇന്ത്യക്കാർക്കുമാണ് നഷ്ടം ഉണ്ടായതെന്ന്. ആദ്യം പറഞ്ഞ 5ഓളം സൈനിക വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടെന്ന്, പിന്നെ പറയുന്നു 7 വിമാനങ്ങൾ വെടിച്ചിട്ടെന്ന്. ഇയാള് മെയിനായിട്ട് താങ്ങി നടക്കുന്നത് സംഘികളാണ്. സംഘിയും പിന്നെ ബായി ആന്നല്ല. പക്ഷെ ഇന്ന് സംഘികൾക്കും കുരുപൊട്ടി. സംഘികൾ ഇയാളെ എടുത്തിട്ട് അറിയാൻ തുടങ്ങി. എന്നിട്ട് ഇയാൾ വിടുന്നില്ല. ഇയാൾ അടുത്ത വീഡിയോ വന്നിട്ട് പറയുന്നു ഇതന്നെ സംഭവം. നമുക്ക് ഇയാൾ ഫസ്റ്റ് ചെയ്ത വീഡിയോ ഒന്ന് കാണാം. നേരത്തെ ഞാൻ വീഡിയോ ചെയ്യുന്നു, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള ഗ്ലോബൽ മീഡിയയിലും വരുന്നുണ്ട് വാർത്തകൾ. ഞാൻ കൺഫേം ചെയ്തു, കാശ്മീരിലാണെങ്കിലും ഇന്ത്യയുടെ സീനിയർ ആയിട്ടുള്ള ഡിഫൻസ് ഓഫീഷ്യൽസുമായിട്ട് കൺഫേം ചെയ്തു, ഇന്ത്യയുടെ 5 ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. സോ സാഡ്, അൺബിലീവബിൾ. 1 മണിക്കൂറിൽ 5 എണ്ണം നഷ്ടപ്പെട്ടു. അതിൽ 3 എണ്ണം റഫേൽ, അതായത് ഫ്രാൻസിൽ നിന്നും വാങ്ങിയത്, 1 എണ്ണം സുഖോയ്, 1 എണ്ണം MiG-29. ഇതിൽ 3 റഫേൽ എയർക്രാഫ്റ്റുകൾ ക്രാഷ് ചെയ്ത് വീണത് ഇന്ത്യയിലാണ്, അതായത് ഇന്ത്യൻ കാശ്മീരിലാണ് വീണത്. അതിൽ 2 പൈലറ്റ് രക്ഷപ്പെട്ടു. 1 പൈലറ്റിന്റെ സ്ഥിതി വളരെ മോശമാണ്. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതാണ്. 1 എയർക്രാഫ്റ്റ് റഫേൽ വീണത് പുൽവാമയിലുള്ള ആ സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലാണ് അത് ക്രാഷ് ചെയ്ത് പൊട്ടിത്തെറിച്ചത്. ഇങ്ങനെയാണ് അവിടെയുള്ള അത് കണ്ടു നിന്ന ആൾക്കാര് റോയിറ്റേഴ്സിനോടും ടെലഗ്രാഫിനോടും പത്രത്തോടും മറ്റുള്ള ഇന്റർനാഷണൽ പത്രത്തോടും ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒഫീഷ്യൽ കൺഫർമേഷൻ ആണ്. രണ്ടാമത് മറ്റൊരു സുഖോയ് എയർക്രാഫ്റ്റ്, അതേപോലെ MiG-29, ഇത് രണ്ടും ക്രാഷ് ആയിരിക്കുന്ന പാകിസ്ഥാൻ ടെറിട്ടറിയിൽ, അതായത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലും മറ്റൊരു ഭാഗത്തുമായിട്ടാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതേപോലെ ഇന്റർനാഷണൽ പത്രങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. 5ഓളം എയർക്രാഫ്റ്റുകൾ, 2 എണ്ണം പാകിസ്ഥാനിലും 3 എണ്ണം ഇന്ത്യയിലും, അതായത് 3 റഫേൽ ഇന്ത്യയിലും, 2 എണ്ണം MiG-29 സുഖോയ് 30MK പാകിസ്ഥാനിലാണ് ക്രാഷ് ചെയ്ത് വീണത്. അതിൽ 1 പൈലറ്റിനെ ഇജക്ട് ചെയ്തു. അതിനെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കസ്റ്റഡിയിലാണ് എന്നും ടെലഗ്രാഫ് എന്ന് പറഞ്ഞ ബ്രിട്ടനിലുള്ള പത്രവും ദ ഗാർഡിയൻ ന്യൂസ് പേപ്പറും അവരുടെ റിപ്പോർട്ടേഴ്സിനെ കോട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനേക്കാൾ വലിയ ഒതന്റിക്കേഷൻ ഒരു പുല്ലുമില്ല. കാരണം 7ഓ 8ഓ ഇന്റർനാഷണൽ പത്രങ്ങളാണ് ഇന്ത്യയുടെ 5 എയർക്രാഫ്റ്റ് പോയ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാധ്യമങ്ങൾ, ഇയാൾ പറയുന്ന റോയിറ്റേഴ്സും ഇയാളെ അച്ഛൻ റോയിയും എല്ലാം പറയുന്നത് വെച്ചാൽ പാകിസ്ഥാൻ ഗവൺമെന്റ് പറഞ്ഞു എന്നാ പറയുന്നത്. പിന്നെ പാകിസ്ഥാനിലെ ജനങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കോട്ട് ചെയ്തിട്ടാ പറയുന്നത്. അല്ലാണ്ട് അവർ കണ്ട് എന്നല്ല പറയുന്നത്. പക്ഷെ ഈ മലമാണം സാമാനം, ഈ ക്രിസംഗി, ഇതെന്തെല്ലാം തട്ടിപ്പ് ഇവൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടാവുക. സംഘികളെ ഇനിയെങ്കിലും നോക്കി ഇവൻ എന്ത് മരവാണാന്ന്. നാട്ടിലുള്ളവരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു മലവാണം ക്രിസംഗിയ ഇവൻ. ക്രിസംഗിക്ക് എന്ത് രാജ്യസ്നേഹം? ഇവൻ എന്തെല്ലാം തട്ടിപ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവും. വിദേശ മാധ്യമങ്ങൾ കോട്ട് ചെയ്യുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റിനെയാണ്. അവിടുത്തെ നാട്ടുകാർ പിന്നെ ഇങ്ങനെ അല്ലാണ്ട് വേറെ പറയാ. ഇത് കഴിഞ്ഞിട്ട് എനക്കൊന്ന് MDMA 2 പഫും കൂടി അടിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വന്നിന്, അതും കൂടി കേട്ടു നോക്ക്. ഇന്ന് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഒരു കറുത്ത ദിനമാണ്. മെയ് 7, 2025. നമുക്ക് നഷ്ടപ്പെട്ടത് 5 അല്ല 7 എയർക്രാഫ്റ്റ് ആണ്. അതില് ബട്ടിൻഡ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പഞ്ചാബിലാണ്, എയർബേസിന് തൊട്ടടുത്തായിട്ട് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് എന്തുവാണെന്ന് അറിയുന്നില്ല. കാരണം മുഴുവനും പോലീസ് കോഡൻ ചെയ്തിരിക്കുകയാണ്. അത് പാടത്ത്, അതായത് കൃഷി ചെയ്യുന്ന സ്ഥലത്ത് വന്ന് അവിടെ ലോ ആയിട്ട് പറന്ന് അവിടെ ലാൻഡ് ചെയ്തു പൊട്ടിത്തെറിച്ചു. ഒരു കർഷകൻ, ഗോവിന്ദ് എന്ന് പറഞ്ഞ കർഷകൻ മരിച്ചുപോയി.
തള്ളലാണെങ്കിലും കള്ളത്തരാണെങ്കിലും എന്ത് വൃത്തിയായിട്ട് ഇയാള് പറയുന്നുണ്ട്. ഇയാള് തന്നെ പറയുന്നുണ്ട് പോലീസ് ഉള്ളത് കൊണ്ട് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല എന്ന്. പിന്നെ പറയുന്ന സ്ലോ ആയിട്ട് വിമാനം വന്ന് ഗോവിന്ദ് എന്ന് പറഞ്ഞ ഒരു കർഷകൻ മരിച്ച്. എന്തെല്ലാം തള്ള ഇയാൾ തള്ളുന്നു. 5 വിമാനങ്ങൾ പോയി എന്ന് പറഞ്ഞത് 2 പെഗ്ഗ 2 പഫ് അങ്ങനെ അടിച്ചു വന്നിട്ട് 7 ആയി. ഇയാൾ ഓരോ പഫും ഓരോ പെഗ്ഗ അടിക്കുന്നതിനുണ്ടല്ലോ എണ്ണ കൂടും. ഇമാതിരി ഒരു മലവാണം. രാജ്യദ്രോഹ പറഞ്ഞ് ഇന്ത്യൻ മിലിറ്ററിനെ പറ്റിയിട്ടും ഇന്ത്യക്കാരെ പറ്റിയിട്ടും. ഇയാൾക്കുണ്ടല്ലോ അമേരിക്കൻ കഴപ്പാന്ന് ഇയാൾ അമേരിക്കൻ കഴപ്പ് പിടിച്ച് ഇയാൾ ട്രംപിനെ സ്വന്തം അച്ഛനായിട്ട് കൊണ്ടുനടക്കുന്ന നായിക്കാന്ന്. ഇനിയെങ്കും പഠിക്ക് സംഘികളെ. വിവരമുള്ളവർക്കല്ല ഇയാളറിയാം. ഇനി സംഘികളാ പഠിക്കണ്ടേ. സംഘികൾ കമന്റ് ബോക്സിൽ ഇരുന്ന് തെറി വിളിക്കുന്നുണ്ട് കേട്ടാ. ഇയാൾ അതൊന്നും മൈൻഡാക്കുന്നു. ഇയാൾക്ക് ഇന്ത്യനെയും കാട്ടി വലുത് അമേരിക്കയാണ്. അമേരിക്കയും ട്രംപും വിട്ടിട്ട് ഇയാൾ ഒരു കളിയില്ല. ഇനിയെങ്കും സംഘികൾ മനസ്സിലാക്കി കേട്ടാ. സംഘികളെയും കാട്ടി വലിയ രാജ്യദ്രോഹികളാണ് ഈ ക്രിസംഘികൾ. ഇന്ത്യൻ മിലിറ്ററിനെ പറ്റിയാണ് ഇയാൾ അപവാദം പറഞ്ഞത്. എന്താ ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ നോക്കിട്ട്. നമ്മളെല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് അലക്കാൻ സംഖ്യകൾ വരുമല്ല. ഇവനെല്ലാം ഇനി താങ്ങി നടക്കുന്ന സംഖ്യയൊക്കെ കിട്ടണം. പക്ഷെ സംഖ്യയൊക്കെ കിട്ടിയോണ്ട് സന്തോഷമില്ല കേട്ടോ നമുക്ക്. നമ്മൾ ഇന്ത്യൻ മിലിറ്ററിനെ ഈ പറഞ്ഞ് ഇതുപോലെ കുറെ ക്രിസംഖികളുണ്ട്. മനസ്സിന്റെ ഉള്ളിൽ അമേരിക്കയും വെച്ചിട്ട് മനസ്സിൽ മൊത്തം അമേരിക്കാന്ന് അവരെ. പക്ഷെ ഇന്ത്യയുടെ കൂടെയാന്ന് പറഞ്ഞ് നടക്കും. ആ ക്രിസംഖികളെ താങ്ങി നടക്കുന്ന കുറെ സംഖ്യകൾ ഘനഗാംഭീര്യമായ ശബ്ദവും വെച്ചിട്ട് ഇമാരി ഊമ്പിത്തരം പറയാൻ വേണ്ടി ക്രിസംഖിക്കും മാത്യു സാമുവലിനും മാത്രമേ കഴിയൂ. ഈ വേട്ടാവളിന്റെ വീഡിയോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മിലിറ്ററി അപമാനിച്ചുകൊണ്ട് മാത്രം പാകിസ്ഥാനും അമേരിക്കയും ഇവന്റെ അച്ഛനും അമ്മയാണ് ഈ ക്രിസംഖിയുടെ. ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കുക. എന്നാ പിന്നെ ശരി സുലാൻ.